PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 UN സമുദ്ര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നീസ്, ഫ്രാൻസ്. 2025 UN സമുദ്ര ഉച്ചകോടിയുടെ വേദി നീസിലാണ്. നീസ് എവിടെയാണ്? ഫ്രാൻസിലാണ്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6ന്റെ ആദ്യ വനിതാ മേധാവി ആര്? ബ്ലേസ് മെട്രവേലി. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6ന്റെ ആദ്യ വനിതാ മേധാവി ആരാണ്? ബ്ലേസ് മെട്രവേലി. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ പേരെന്താണ്? MI6. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്നും അടുത്തിടെ രാജിവെച്ചത് ആര്? അമിതാഭ് കാന്ത്. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്നും അടുത്തിടെ രാജിവെച്ചത് അമിതാഭ് കാന്ത് ആണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ കായിക താരം ആര്? മഹേന്ദ്ര സിംഗ് ധോണി. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ കായിക താരം മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഗാസയിലേക്ക് സഹായവുമായി പോയ ഏത് പരിസ്ഥിതി പ്രവർത്തകയെയാണ് ഇസ്രയേൽ അറസ്റ്റ് ചെയ്തത്? ഗ്രേറ്റ തുൻബെ. ഗാസയിലേക്ക് സഹായവുമായി പോയ ഏത് പരിസ്ഥിതി പ്രവർത്തകയെയാണ് ഇസ്രയേൽ അറസ്റ്റ് ചെയ്തത്? ഗ്രേറ്റ തുൻബെ. UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാകുമെന്നാണ് അനുമാനിക്കുന്നത്? 146 കോടി. UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ 146 കോടിയാകുമെന്നാണ് അനുമാനിക്കുന്നത്. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം നേടുന്നതിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏത്? ലക്നൗ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം നേടുന്നതിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ലക്നൗ ആണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിൽ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യത്തിന്റെ പേരെന്ത്? ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിൽ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സിന്ധു എന്നാണ്.